ഈ രണ്ടാമത്തെ പ്രൊഡക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ രണ്ടാമത്തെ പ്രൊഡക്റ്റ് മുഷാറക്ക എന്നാണ് പേര്. സാധാരണ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സാണ്. അത് ഇസ്ലാമിക രീതിയിൽ ചെയ്താൽ അതിന് മുഷാറക്ക എന്നാണ് പറയുക. അപ്പം ആ പിക്ചർ നോക്കുക. ഒരാൾക്ക് ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു എന്താ പറയുക, അയാളതിൽ ബിസിനസ് ഐഡിയ ഒക്കെ ഉണ്ട്. പൈസ വല്ലാണ്ടില്ല അയാളുടെ കയ്യിൽ. കുറച്ച് പൈസയുള്ളൂ. ആ ബിസിനസ് സാധ്യമാക്കാനുള്ള ക്യാഷ് അയാളുടെ കയ്യിലില്ല. അയാളപ്പം ഇസ്ലാമിക് ബാങ്കിനെ പോയി കാണും. ഇസ്ലാമിക് ബാങ്കിനോട് പറയും, എൻ്റെ കയ്യിൽ ഒരു ബിസിനസ് ഐഡിയ ഉണ്ട്, കുറച്ച് ക്യാഷും ഉണ്ട്, ഹലാലായ ബിസിനസ്സാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടാൾക്കും കൂടി ബിസിനസ് തുടങ്ങാമെന്ന് പറയും. അപ്പം ഈ ബാങ്ക് ഇയാളെ പറ്റിയിട്ടും ബിസിനസ്സിനെ പറ്റിയിട്ടൊക്കെ നന്നായിട്ട് അന്വേഷിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ ഓക്കെ നമുക്ക് ബിസിനസ് തുടങ്ങാമെന്ന് പറയും. അപ്പോൾ ഇവർ രണ്ടാളും കൂടി പൈസ എടുത്തിട്ട് ഒരു ബിസിനസ് തുടങ്ങും. അപ്പോൾ ഈ ബിസിനസ്സിൽ നിന്ന് എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ആ പ്രോഫിറ്റ് രണ്ടാളും കൂടി ഒരു റേഷ്യോ ആദ്യം തന്നെ തീരുമാനിച്ച് വെച്ചിട്ടുണ്ടാവും. ആ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും, രണ്ടാളും ഡിവൈഡ് ചെയ്യും. ഇനിയിപ്പോൾ അഥവാ ലോസാണ് ഉണ്ടാവുന്നതെങ്കിൽ ലോസ് എങ്ങനെ ഡിവൈഡ് ചെയ്യാന്ന് വെച്ചാൽ ഇവരുടെ ക്യാപിറ്റൽ പ്രപ്പോർഷൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ ഈ ബാങ്ക് ഇട്ടത് 2 ലക്ഷം രൂപയും ഇയാളിട്ടത് 1 ലക്ഷം രൂപയാണെങ്കിൽ ഇവരെ പ്രപ്പോർഷൻ എത്രയാണ്? 2:1 ആണ്. അപ്പം ലോസ് ഡിവൈഡ് ചെയ്യാൻ ഇപ്പോൾ 3 രൂപ ലോസ് ഉണ്ടായിക്കഴിഞ്ഞാൽ 2 രൂപ ഇയാളും സഹിക്കണം, 1 രൂപ കസ്റ്റമറും സഹിക്കണം, അതായത് മറ്റേ പാർട്ട്ണറും സഹിക്കണം. അങ്ങനെയാണ് ലോസ് ഡിവൈഡ് ചെയ്യുക. പ്രോഫിറ്റ് പക്ഷേ ഡിവൈഡ് ചെയ്യുക ഇവർ ബിസിനസ് തുടങ്ങുമ്പോൾ അംഗീകരിച്ച റേഷ്യോയിലാണ്. ഇത്രയേ ഉള്ളൂ മുഷാറക്ക. മുഷാറക്കേൻ്റെ തന്നെ ചെറിയൊരു ടൈപ്പാണ് ഡിമിനിഷിങ് മുഷാറക്ക. ഡിമിനിഷിങ് മുഷാറക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെയിം പരിപാടി തന്നെ നടക്കുക. ഈ ഇയാളും ബാങ്കും തമ്മിൽ ബിസിനസ് നടത്തും. പ്രോഫിറ്റ് ഉണ്ടാകുമ്പം പ്രോഫിറ്റ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും, ലോസ് ഉണ്ടാകുമ്പം ക്യാപിറ്റൽ പ്രപ്പോർഷനിൽ ഡിവൈഡ് ചെയ്യും. ഡിമിനിഷിങ് മുഷാറക്ക എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇയാൾ ബിസിനസ് വളരുന്നതിനനുസരിച്ച് ഇയാളെ കയ്യിൽ കിട്ടുന്ന പ്രോഫിറ്റ് കൊണ്ട് ഈ ബാങ്കിൻ്റെ കയ്യിലുള്ള ഓണർഷിപ്പ് ഉണ്ടല്ലോ അത് കുറച്ച് ഇങ്ങോട്ടേക്ക് വാങ്ങും. എന്നിട്ട് അവസാനം ഫുൾ ഓണർഷിപ്പ് ഇയാളാവും. ബാങ്കിന് ഓണർഷിപ്പ് ഒന്നും ഉണ്ടാവില്ല. ബാങ്കിന് ഓണർഷിപ്പ് മൊത്തം ഇയാൾ വാങ്ങിയിട്ട് ഫുൾ ഓണർഷിപ്പ് ഇയാളാവും. അതിനാണ് ഡിമിനിഷിങ് മുഷാറക്ക എന്ന് പറയാം. പാർട്ട്ണർഷിപ്പ് കുറഞ്ഞ് വന്നിട്ട് ഒറ്റ ആളെ ബിസിനസ്സായി മാറുന്നതിനാണ് ഡിമിനിഷിങ് മുഷാറക്ക എന്ന് പറയാം. അപ്പം ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്തതിൻ്റെ ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്പേഴ്സ് ഇട്ടിട്ടുണ്ട്. ആ നമ്പേഴ്സിൻ്റെ എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വായിച്ച് നോക്കുക. ഇത്രേ ക്ലാസ് എടുക്കുന്നുള്ളൂ. മെറ്റീരിയൽസും ഞാൻ ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യാം.